ഒരു 6,500 RPM മെയിൻറ്റെയിൻ ചെയ്തൊരു 100-115 പിടിച്ച് ഇങ്ങനെ പോന്നിട്ട് എനിക്കൊരു 32-33 വരെ കാണിച്ചിരുന്നു. തബ്നയിൽ കണ്ടപ്പോൾ പലർക്കും മനസ്സിലായി കാണും ഞാൻ എന്താണ് ഇന്ന് ചെയ്യാൻ പോകണമെന്നുള്ളത്. യെസ്, നമ്മുടെ KTM 390 അഡ്വഞ്ചറിൽ ഫസ്റ്റ് പെർഫോമൻസ് മോഡ് ചെയ്യുകയാണ്. BMCയുടെ ഒരു പെർഫോമൻസ് എയർ ഫിൽറ്ററാണ്. ഇവിടെ HSRലുള്ള മോട്ടോർ ഡ്രിഫ്റ്റിൽ നിന്ന് ഞാൻ സാധനം ഇന്ന് പോയി വാങ്ങി. വാങ്ങാൻ പോയപ്പോൾ ഞാൻ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റിയില്ല. എനിക്ക് അത്തിബല വരെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടുന്ന് നേരെ CBയുടെ വീട്ടിൽ പോയി അവിടെ നമ്മൾ ഫിക്സ് ചെയ്യുന്നതായിരിക്കും. CBനെ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, പല റൈഡ് വീഡിയോസിലും പുള്ളി ഉണ്ടായിട്ടുണ്ട്. ഒരു സ്ക്രാംബ്ലർ 400 ആണ് പുള്ളിയുടെ വണ്ടി. അപ്പോൾ സ്റ്റോക്ക് ഫിൽറ്റർ അഴിച്ച് മാറ്റി നമ്മൾ BMC ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ വ്യത്യാസം ഇന്ന് ശരിക്ക് അറിയാൻ പോവുകയാണ്. ലേറ്റസ്റ്റ് ജനറേഷൻ 390 അഡ്വഞ്ചറിൽ നല്ല വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മുടെ വണ്ടിയിലും എന്തായാലും ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്യും. ഫിൽറ്റർ മാറിക്കഴിഞ്ഞിട്ടുള്ള വണ്ടിയുടെ പെർഫോമൻസ് എത്രത്തോളം മെച്ചപ്പെട്ടു എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കൗതുകം അല്ലെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് സത്യം പറഞ്ഞുണ്ട്. അപ്പോൾ നമുക്കധികം സമയം കളയാതെ നേരെ CBയുടെ വീട്ടിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ ഫിൽറ്റർ. ഇതും ഇപ്പോൾ ഇറങ്ങുന്ന 390 അഡ്വഞ്ചറിൻ്റെയും ഇതിൻ്റെയും ഫിൽറ്റർ വ്യത്യാസമുണ്ട്. ഈ ഒരു സീരീസ് നോക്കിയാൽ മതി, FM995/04 എന്നുള്ളത്. 2017 to 2024 മോഡൽ ഡ്യൂക്ക് ആണെങ്കിലും 390 അഡ്വഞ്ചർ ആണെങ്കിലും ഈ ഒരു മോഡലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സീറ്റ് അടിക്കാൻ പോവുകയാണ്. ഇവിടെയാണ് നമ്മുടെ ഫിൽറ്റർ ഇരിക്കുന്നത്. ബോക്സ് അഴിച്ചിട്ട് സ്റ്റോക്ക് എയർ ഫിൽറ്റർ അയച്ചെടുക്കണം. ഞാൻ ലാസ്റ്റ് സർവീസിൽ ഫിൽറ്റർ മാറിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര പുതുമ. ഈ ക്ലിപ്പ് പിടിച്ച് കഴിഞ്ഞാൽ പിടിച്ചു. ഞാൻ പ്രോബ്ലി ഒരു 2000 സംതിങ് കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ളൂ. അധികം കണ്ട ഒരു 2300 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ള ആ സർവീസ് കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് BMCയിലോട്ട് സ്വിച്ച് ചെയ്യാം. ഇതാണ് നമ്മുടെ BMCയുടെ എയർ ഫിൽറ്റർ. പ്രീ ഓയിൽഡാണ്, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, നേരെ അങ്ങ് മൗണ്ട് ചെയ്താൽ മതി. ഓക്കെ, ആ ക്ലിപ്പ് കറക്റ്റായിട്ട് ലോക്ക് ചെയ്യണം, അത് മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് കവർ ഫിക്സ് ചെയ്തിട്ട് ബാക്കി എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് ഐഡ്ലിങ്ങിലിടാം ഒരു 10-15 മിനിറ്റ്സ്. അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഐഡ്ലിങ്ങിലിടാം. സമയം 5:16. നമുക്കൊരു 15 മിനിറ്റ്സ് ഐഡ്ലിങ്ങിലിടാം. നമ്മൾ ഐഡ്ലിങ് വെച്ചിട്ട് 15 മിനിറ്റ്സ് ആയി. ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. അങ്ങനെ നമ്മൾ BMCയുടെ ഫിൽറ്റർ വെച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. ഞാൻ ഓൾമോസ്റ്റ് 300 കിലോമീറ്റേഴ്സ് വണ്ടി ഓടിച്ചു. അപ്പോൾ ഒരാഴ്ചയും 300 കിലോമീറ്റേഴ്സും വണ്ടി കൊണ്ടു നടന്നിട്ടുള്ള എൻ്റെ ഒരു ഫീഡ്ബാക്കാണ് BMC ഫിൽറ്ററിൻ്റെ. ആദ്യമായിട്ട് എനിക്ക് തോന്നിയ വ്യത്യാസം എന്ന് പറയുന്നത് മൈലേജിലാണ്. ബമ്പർ ടു ബമ്പർ ട്രാഫിക് അല്ല, നോർമൽ സിറ്റി റൈഡിങ് കണ്ടീഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്കൊരു 28-29 വരെ കാണിച്ചിരുന്നു. ഹൈവേസിലാണ് എന്നെ ഞെട്ടിച്ച് കളഞ്ഞത്. എനിക്ക് 33 വരെ കാണിച്ചായിരുന്നു വണ്ടിക്കകത്ത്. ഇപ്പോൾ 29.6 എന്നാണ് കാണിക്കുന്നത്. ഞാൻ അത്യാവശ്യം കൈ കൊടുത്ത് തന്നെ പോയിക്കൊണ്ടിരുന്നത്. ഒരു 6,500 RPM മെയിൻറ്റെയിൻ ചെയ്തൊരു 100-115 പിടിച്ച് ഇങ്ങനെ പോന്നിട്ട് എനിക്കൊരു 32-33 വരെ കാണിച്ചിരുന്നു. പിന്നെ തോന്നിയ മേജർ ഡിഫറൻസ് ആണ് മിഡ് റേഞ്ചിൽ വണ്ടി വലിച്ചെടുത്തുകൊണ്ട് പോകും. അതിപ്പോൾ നല്ലപോലെ വണ്ടി ശ്വസിക്കുന്നുണ്ട്, അപ്പോൾ വണ്ടി വലിച്ച് നമ്മളെടുത്തുകൊണ്ട് പോകും. പിന്നെ ലോൻ്റെ കുറേ കൂടി ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ 6 ഗിയറിലൊക്കെ എനിക്ക് ഡൗൺ ചെയ്യാതെ തന്നെ 75-80 എടുത്ത് പോകാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രീക്വൻറ്റ് ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുന്നില്ല. നമ്മൾ 6 ഗിയറിൽ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ മൈലേജിലും വ്യത്യാസം വരും. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് 33 വരെ മൈലേജ് കാണിച്ചിരുന്നു എന്നുള്ളത്. പിന്നെ BMC ആണെന്നുണ്ടെങ്കിലും ഏത് പെർഫോമൻസ് എയർ ഫിൽറ്റർ വാങ്ങി വെച്ചാലും നിങ്ങൾ ഇയർലി വൺസ് അല്ലെങ്കിൽ ഒരു 10,000 മാക്സിമം 12,000 കിലോമീറ്റേഴ്സൊക്കെ കൂടുമ്പോൾ ഇതിൻ്റെ ക്ലീനിങ് കിറ്റ് കിട്ടും. ഇപ്പോൾ BMCയുടെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2,100 ആ റേഞ്ചിൽ കിട്ടും. അത് 2 ടൈപ്പ് വരുന്നുണ്ട്. ഓയിൽ സ്പ്രേ ടൈപ്പും വരുന്നുണ്ട്, ഓയിൽ നമ്മൾ ഡ്രിപ്പ് ചെയ്ത് ഇടുന്ന ടൈപ്പും ഉണ്ട്. 1,800 to 2,100 ആണ് വരുന്നത്. നിങ്ങൾ പെർഫോമൻസ് എയർ ഫിൽറ്റർ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വണ്ടി സർവീസിന് കൊടുക്കുമ്പോൾ അവരോട് പറയാം എയർ ഫിൽറ്റർ തൊടണ്ട എന്നുള്ളത്. നമുക്ക് പലർക്കും അറിയാവുന്നതായിരിക്കും, സ്റ്റോക്ക് വരുന്ന ഫിൽറ്റർ പേപ്പറാണ്, ഇത് കോട്ടനാണ്. പേപ്പർ ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്ന പോലെ എയർ വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കോട്ടൺ ഫിൽറ്റർ ഡാമേജ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
എവറി 10,000 അല്ലെങ്കിൽ 12,000 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ ഇയർലി വൺസ് അഴിച്ച് ക്ലീൻ ചെയ്യാം. കുറച്ച് ക്ഷമ വേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ക്ഷമ കുറവാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഗറാജിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ക്ലീൻ ചെയ്ത് തരും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ വീഡിയോസ് കാണാം. നമുക്ക് സ്വന്തം ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ എൻ്റെ കാറിൽ വരുന്ന കേൻ്റൻ്റെ ഫിൽറ്റർ ഈ അടുത്താണ് ക്ലീൻ ചെയ്തത്. അത് ഓൾമോസ്റ്റ് ഒരു 2 ഇയേഴ്സ് കഴിഞ്ഞിട്ട് കരി പിടിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ സൊല്യൂഷൻ ഒഴിച്ച് ഒരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത് ജസ്റ്റ് ടാപ്പ് വാട്ടറിൻ്റെ ഇടയിൽ ക്ലീൻ ചെയ്തപ്പോഴേക്കും സാധനം ഫുൾ ക്ലീനായി. എന്നിട്ട് അതൊന്ന് ഡ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഓൾമോസ്റ്റ് ഒരു 3 hours വെച്ചു. ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഓയിൽ ചെയ്തു കഴിഞ്ഞിട്ട് അഗൈൻ ഞാൻ ഓവർനൈറ്റ് വെച്ചിട്ടാണ് നെക്സ്റ്റ് ഡേ ആണ് ഞാൻ ഫിക്സ് ചെയ്തത്. വണ്ടി എടുത്തിട്ട് എമർജൻസി ആയിട്ട് എവിടെയും പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അങ്ങനെ എമർജൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് ഫിൽറ്റർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങളുടെ പെർഫോമൻസ് എയർ ഫിൽറ്റർ അയച്ചെടുക്കുന്ന സമയത്ത് സ്റ്റോക്ക് ഫിൽറ്റർ തിരിച്ച് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് എവിടെയെങ്കിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വണ്ടി എടുത്ത് പോവുകയും ചെയ്യാം. 390 അഡ്വഞ്ചറിൻ്റെ BMC എയർ ഫിൽറ്റർ റേറ്റ് വരുന്നത് 6499 ആണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പുതിയ ജനറേഷൻ 390യുടെയും സെയിം പ്രൈസ് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഡ്യൂക്ക് ആണെങ്കിലും 390 അഡ്വഞ്ചർ ആണെന്നുണ്ടെങ്കിലും സെയിം ഫിൽറ്റർ തന്നെയാണ് വരുന്നത് ഓരോ ജനറേഷൻ വൈസ് നോക്കുമ്പോൾ. ഈ ഒരു ജനറേഷനിൽ പെർഫോമൻസ് എയർ ഫിൽറ്റർ വെച്ചിട്ട് എയർ ഇൻടേക്കിൻ്റെ സൗണ്ടിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ പുതിയ ജനറേഷൻ 390യിൽ എയർ ഇൻടേക്കിൻ്റെ വ്യത്യാസം ശരിക്കറിയാൻ പറ്റും. നമ്മളൊരു 4500 അല്ലെങ്കിൽ 6000 RPM കഴിയുമ്പോൾ ഒരു മുഴക്കം നമുക്ക് ഫീൽ ചെയ്യും. അതൊരു ഫീലാണ്. അതെൻ്റെ വണ്ടിക്കില്ല. എത്ര കൈ കൊടുത്ത് പോയാലും ആ ഒരു ഇൻടേക്കിൻ്റെ സൗണ്ടൊന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല. പക്ഷേ പവറിൻ്റെ ഡിഫറൻസ് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഒരു 390 ഓണർ ആണെന്നുണ്ടെങ്കിൽ, അതിപ്പോൾ ഫസ്റ്റ് ജനറേഷൻ ആണെങ്കിലും സെക്കൻഡ് ജനറേഷൻ ആണെന്നുണ്ടെങ്കിലും ഒരു പെർഫോമൻസ് എയർ ഫിൽറ്റർ വാങ്ങി വെക്കണം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. പല ഇന്ത്യൻ ബ്രാൻഡ്സും അവൈലബിൾ ആണ്. പക്ഷേ ഞാനെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് കേൻ്റൻ അല്ലെങ്കിൽ BMC വാങ്ങിക്കുക എന്നുള്ളതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നമ്മുടെ 390 അഡ്വഞ്ചറിൽ ഒരു BMC എയർ ഫിൽറ്റർ ചെയ്തിട്ട് ഒരു വീഡിയോ ഷെയർ ചെയ്തതാണ്. പെർഫോമൻസ് എയർ ഫിൽറ്റേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻസിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഒരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് മീ സണി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. റൈഡ് സേഫ്. ബൈ.